الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون സ്നേഹസമ്പന്നരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സർവ്വധിനാഥനും സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് ഞാനും നിങ്ങളും എന്ന തിരിച്ചറിവോടെ തഖ്വയിൽ ഊന്നി ഭാവി ജീവിതത്തെ നന്മ കൊണ്ട് ധന്യമാക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഒരുപോലെ വസിയത്ത് ചെയ്യുകയാണ്. നാം ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, വിശിഷ്യ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബസമേതം അള്ളാഹു നമ്മെ ഏവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 31-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. 37-ാമത്തെ വയസ്സിലാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ അനുഗ്രഹീയമായ വിളിക്ക് ഉത്തരം നൽകി ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി യാത്ര പറഞ്ഞത്. 6 വർഷമാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് മുസ്ലിമായി, മുഅ്മിനായി, മുവഹിദായി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകിയത്.
ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ദിനം, ആ സന്ദർഭത്തിൽ, ആ സമയത്ത് അള്ളാഹുവിൻ്റെ അർശ്, അള്ളാഹുവിൻ്റെ സിംഹാസനം വിറച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള അനുശോചന സന്ദേശത്തിൽ ഈ കാര്യം പറഞ്ഞതായി ചരിത്രത്തിലും ഹദീസ് ഗ്രന്ഥത്തിലും നമുക്ക് ദർശിക്കാൻ സാധിക്കും. വെറും 6 വർഷമാണ്. ആ 6 വർഷത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പാതയിൽ, തൗഹീദിന്റെ സരളിയിൽ ഒരു പ്രഭ, ഒരു വെളിച്ചം, ഒരു ശോഭ, എന്തൊന്നില്ലാത്ത കുളിർമ, മനസംതൃപ്തി ആ വ്യക്തിത്വത്തിന്റെ, ആ സഹാബിയുടെ ജീവിതത്തിലൂടെ അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സന്ദർഭത്തിൽ സിംഹാസനം വിറച്ചത് എന്ന് നമ്മൾ അറിയണം. വിശ്വാസികളെ, ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? തൗഹീദിന്റെ സരണിയിലും ഇസ്ലാമിന്റെ പാതയിലും അള്ളാന്റെ തൗഫീഖോടുകൂടി, അള്ളാന്റെ ഹിദായത്ത് മുഖേന ഈ കൂട്ടായ്മയിൽ നമ്മളൊക്കെ അംഗങ്ങളാണ്. നമ്മൾ മരിക്കുമ്പോ അള്ളാന്റെ അർശ് കുലുങ്ങുമോ? ഈ ചോദ്യം ആദ്യം എന്നോടാണ്, പിന്നീടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ആ സ്വഹാബിക്ക് ഖബർ കുഴിക്കുന്നത് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി പറയുന്നു, ഖബർ വെട്ടുമ്പോ, ഖബർ കുഴിക്കുമ്പോ ആ ഖബറിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം, കസ്തൂരിയുടെ പരിമളം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിത്വമാണ് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു. അവരൊന്നും അസത്യങ്ങൾ പറയില്ല, അസത്യം പറയില്ല, ഇസ്ലാമിന് നിരക്കാത്ത കാര്യം പറയില്ല. അതും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 70,000 മലക്കുകൾ, മുഅ്മിനീങ്ങളെ, 70,000 മലാക്കമാർ ആകാശ ലോകത്തുനിന്ന് ഭൂമി ലോകത്തേക്ക് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം ഇറങ്ങി വന്നു. എന്നിട്ട് ജനാസയെ അനുഗമിച്ചു, പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. ആ മയ്യിത്ത് ചുമന്ന പല സ്വഹാബിമാരും പറയുന്നത്, സഅദ് ബിൻ മുആദിന്റെ ജനാസ കനം വളരെ കുറവാണ്. എന്താ കാരണം അറിയില്ല, മാലാക്കമാർ പിടിക്കുന്നു. അതൊരു ബഹുമതിയാണ് വിശ്വാസികളെ, അതൊരു ബഹുമതിയാണ്. ആ ബഹുമതി നമുക്കും ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ, അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെന്ന മനസ്സോടെ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ പാതയിൽ, തൗഹീദിന്റെ സരണിയിൽ ചാഞ്ചല്യമില്ലാതെ മനസ്സുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു തആല ലഭിക്കാൻ, കൊടുക്കാൻ, നമുക്ക് കിട്ടണമെന്ന മോഹത്തോടെ മുന്നോട്ട് പോയാൽ ലഭിക്കുമെന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാസിനികളോട്. അറിയണേ, അതുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോവാതെ ഒരു കെടാവിളക്കായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. നമ്മൾ അറിയുക, ഞാൻ ഓതിക്കൽപ്പിച്ച വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തുൽ ഫുസ്സിലത്ത്, ആ സൂറത്തുൽ ഫുസ്സിലത്തിലെ
30-ാമത്തായത്തും 31-ാമത്തായത്തും 32-ാമത്തായത്തും നമ്മളൊന്ന് പഠിക്കണം, അർത്ഥം മനസ്സിലാക്കി ഒന്ന് വായിക്കണം. എന്താ അതിൽ പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ഒരു വിഭാഗം ആളുകൾ, അത് കഴിഞ്ഞുപോയവരുണ്ട്, ഇപ്പോഴുണ്ട്, വരാനിരിക്കുന്ന കൂട്ടത്തിലുണ്ട്. ആ ഇന്നല്ലദീന ഖാലൂ, ഒരു വിഭാഗം ആൾക്കാർ ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്. പറഞ്ഞാൽ പോരാ, പ്രഖ്യാപിച്ചാൽ പോരാ. സുമ്മസ്തഖാമു, പിന്നെ അതിൽ നേരെ ചൊവ്വെ നിലകൊള്ളണം, ഇസ്തിഖാമത്തുണ്ടാവണം. അതാ ഇസ്തിഖാമ. വിശ്വാസികളെ, പറയാ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ ലോകത്ത്, ഇന്നിന്റെ ലോകത്ത്, ഈ വർത്തമാന യുഗത്തിൽ ഇഷ്ടം പോലെ അള്ളാഹുവാണ് ഞങ്ങൾ റബ്ബ് എന്ന് പറയാൻ ആളുണ്ട്. പക്ഷേ സുമ്മസ്തഖാമു, അതിൽ നേരെ ചൊവ്വെ നിലകൊള്ളുന്ന ആളുടെ എണ്ണം വളരെ കുറച്ചാൽ തുച്ഛമാണ്. ആ തുച്ഛമായ ആളുകളിൽ ഉണ്ടാവണം, ഞാനും നിങ്ങളും ഉണ്ടാവണം. അങ്ങനെ നിലകൊണ്ടാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് പറയുന്ന വാക്കെന്താണെന്നറിയോ? അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കിട്ടോ എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അല്ലാഹ് ഞങ്ങളെ പറഞ്ഞയച്ചതാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇത് കേൾക്കണ്ടേ ഞാനും നിങ്ങളും? ഈ പള്ളിയിൽ കൂടിയ വിശ്വാസികളും ഇത് കേൾക്കണ്ടേ? ഇത് കേൾക്കേണ്ട സമയം ഒന്ന് മരണസമയത്താണ്. മരണസമയത്ത് കേൾക്കണോ? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഈ ആയത്ത് 3 സന്ദർഭത്തിൽ കേൾക്കും. ഒന്ന് ഇൻദൽ മൗത്ത്, മരണസമയത്താ പറയുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് സ്വർഗം കിട്ടോ, അത് പറയാൻ വേണ്ടി ഞങ്ങൾ അല്ലാഹു തആല ഈ നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചതാണ്. ഒന്ന് ചിന്തിക്കുക, ആലോചിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥനക്ക് ഉത്തര സമയ വെള്ളിയാഴ്ച ദിവസം ടൈം ഏതാ വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയമാണ്. അതെ, വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞ മുമ്പ്, അസറിന്റെ മുമ്പ് ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. ആ മലക്കുകൾ പറയുന്നു, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. നോക്കി, നിങ്ങൾ മലക്കുകൾ പറയാതെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ രക്ഷയ്ക്ക് ഞങ്ങളെത്തും. മലക്കുകള് അള്ളാന്റെ സഹായം മുഖേന അള്ളാനോട് അള്ളാഹ് പറഞ്ഞേക്കും. പറയൽ അള്ളാഹിനോട്, പറഞ്ഞയക്കൽ പടച്ചത് മുഴുവനാണ്. ആരും പറഞ്ഞേക്കും, മലക്കളിൽ വരും. എന്നിട്ട് പറയാണ്, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും, നിങ്ങളെ മനസ്സ് ഇച്ഛിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ലഭ്യമാണ് കേട്ടോ. നിങ്ങൾ കൊതിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് ലഭ്യമാണ് കേട്ടോ. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് കേട്ടോ. നുസിലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വിരുന്നാകുന്നു ഇത്. അതാ സ്വർഗം. അതുകൊണ്ട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കാം. ഏറ്റവും മുന്തിയ സ്വർഗം, ഏറ്റവും ദറജ കൂടിയ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസാൻ. അതിനെ മറികടക്കാൻ പറ്റിയ വേറൊരു സ്വർഗമില്ല.
അതുകൊണ്ട് ആ ജന്നാത്തുൽ ഫിർദൗസിന്റെ വിരുന്ന് സൽക്കാരത്തിൽ ഞാൻ ഉണ്ടാവണം, എൻ്റെ കുടുംബം ഉണ്ടാവണം, നമ്മളുണ്ടാവണം, നമ്മുടെ കുടുംബം ഉണ്ടാവണം. അതാണ് വേണ്ടത്. അതാണ് വിശ്വാസികളെ. അതിനു വേണ്ടി പണിയെടുക്കണം. വെറുതെ കൊടുക്കൂല, വെറുതെ സ്വർഗം കൊടുക്കൂല. സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അതിനെന്ത് ചെയ്യണം? സ്വതക്ക ഉണ്ടല്ലോ, സ്വതക്ക. ഇന്നിപ്പോ ഞാൻ പ്രത്യേകം പറയാതെ കാരണം വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നവരാണ്, അറിയാം എനിക്ക്. എന്നാലും ഒന്ന് സൂചിപ്പിക്കട്ടെ. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 3-ാം സൂറ ആൽ ഇംറാൻ അതിലെ 134-ാമത്തെ വചനം അല്ല പറഞ്ഞു കേട്ടു. വളരെ ശ്രദ്ധിച്ചോളൂ. നമ്മള് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷാവസ്ഥയിലും സന്താപാവസ്ഥയിലും അള്ളാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന ആളുകളുണ്ട്. രണ്ട് സന്ദർഭത്തിലും സന്തോഷം ഉണ്ടാവുമ്പോൾ മാത്രം പോരാ, സന്താപത്തിന്റെ അവസ്ഥ വരും, അപ്പോഴും കൊടുക്കണം. സന്താപത്ത് മാത്രം കൊടുത്താൽ പോരാ, സന്തോഷം ഉണ്ടാവും കൊടുക്കണം. അല്ല മുഅ്മിനിന്റെ നല്ല ഗുണം, സത്യവിശ്വാസികൾ നല്ല ഗുണം അതാണ്. അത് ഞാനും നിങ്ങൾ ഉണ്ടാവണം. വൽകാലിമീനൽ ഗൈള, ദേഷ്യമുണ്ടല്ലോ അതിന് ഒതുക്കി പിടിക്കണം. കോപം അത് ഒതുക്കി പിടിക്കണം. അത് തന്റെ സഹധർമ്മിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കരുത്, അവന്റെ കുട്ടികളുടെ മുമ്പിൽ പ്രകടിപ്പിക്കരുത്, തന്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ പ്രകടിപ്പിക്കരുത്. അത് ഒതുക്കി വെക്കണം. കോപം, ദേഷ്യം അതിന് ഒതുക്കി വെക്കുന്നവരാ മുഅ്മിനീങ്ങൾ. മാത്രമല്ല എന്നിട്ട് പറയുന്നു വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാ മുഅ്മിനീങ്ങൾ. മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് കൊടുക്കുന്ന സമയത്ത് മാപ്പ് കൊടുക്കുക. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹ്ക്ക് ഇഷ്ടം മുസ്ലിങ്ങളോടാണ്, സ്വാബിനീങ്ങളോടാണ്, തായിബീങ്ങളോടാണ്, ആബിദീങ്ങളോടാണ്, ദാക്കിരീങ്ങൾ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എണ്ണി പറയുന്നുണ്ട് ഖുർആൻ, ഹദീസും പറയുന്നുണ്ട്. ഖുർആനും ഹദീസും നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈസാൻ ചെയ്യാം, നന്മ ചെയ്യാം. ഖുർആൻ പറയുന്നു വഅക്സിനൂ, വഅക്സിനൂ, നിങ്ങൾ നന്മ ചെയ്ത് ജീവിക്കണേ, നന്മ ചെയ്ത് ജീവിക്കണേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് നല്ല ഇഷ്ടമാണ്. അള്ളാഹിന്റെ ഇഷ്ടം, അള്ളാഹിന്റെ തൃപ്തി അത് നേടിയെടുക്കാനാണല്ലോ ഞാനും നിങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് വന്നത്. ഈ കുത്തുബയും അതുപോലെ എൻ്റെ നിസ്കാരവും എന്തിനാ? അള്ളാഹുവേ എൻ്റെ പൊരുത്തം, നിന്റെ തൃപ്തി, അള്ളാഹുവേ നിന്റെ സ്വർഗം, അള്ളാഹുവേ നിന്റെ പ്രത്യേകമായ റിദ്വാൻ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പടച്ചോനെ. ഈ നിയ്യത്തോടു കൂടി വരണം, ഇരിക്കണം, പടച്ചോനോട് ദുആ ചെയ്യണം, കർമ്മനിരതരാവണം. ഇങ്ങനെയാകുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹിന്റെ ഇഷ്ടം നേടിയെടുത്ത ഒരുപാട് ആളുകൾ സ്വഹാബത്ത് കഴിഞ്ഞുപോയി, ഇവിടെ ജീവിച്ച് മരിച്ചുപോയി. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു റളിയല്ലാഹു അൻഹും വറളു അൻഹു. റളിയല്ലാഹു അൻഹും, അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടു, വറളു അൻഹു, അവർ അള്ളാഹിനും തൃപ്തിപ്പെട്ടു. ആ വാക്ക് വല്ലാത്തൊരു വാക്കാട്ടോ. അള്ളാഹിനെ തൃപ്തിപ്പെടുന്നു, അള്ളാഹ് അങ്ങോട്ടും തൃപ്തിപ്പെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്, അങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടുണ്ട്. അതിൽ ഞാനും നിങ്ങളും പോരാ, നമ്മളെ മക്കളുണ്ടാവണം, നമ്മുടെ സഹധർമ്മിണിമാരുണ്ടാവണം, നമ്മുടെ ഉമ്മമാരുണ്ടാവണം, നമ്മുടെ ഉപ്പമാരുണ്ടാവണം. നമ്മൾ മാത്രം നല്ലവരായാൽ പോരാ, നമ്മുടെ മക്കൾ നല്ലവരാവണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ യുഗത്തിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ അതേ മക്കളെ നല്ല പോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മക്കൾ നരകത്തിലേക്ക് പോകുമ്പോ, ആ നരകത്തിലേക്ക് പോകുന്ന രംഗം കാണുമ്പോ സഹിക്കാൻ കഴിയുമോ ഉപ്പമാരെ? സഹിക്കാൻ കഴിയുമോ ഉമ്മമാരെ? സഹിക്കാൻ കഴിയുമോ ശ്രോതാക്കളെ? ഞാൻ ഇത് പറയുന്നത് എന്നോടും നിങ്ങളോടുമാണ്. നമ്മുടെ മക്കൾ ആരും നരകത്തിൽ പോകരുത്, നമ്മുടെ മക്കളാരും അതേ നരകത്തിലേക്ക് പോകരുത്, തിന്മ ചെയ്യരുത്.
തിന്മയോട് അകലം പാലിക്കുക, നന്മയോട് അടുപ്പം കാണിക്കുക. ഞാനും നിങ്ങളും നമ്മളെ മക്കളും നമ്മളെ കുടുംബം. വിശ്വാസികളെ അറിയണം, ശ്രദ്ധിക്കണം. ഇനിയോ ഇനി കേട്ടോളി, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ, അള്ളാഹ് ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാദാ ജിബ്രീല, അള്ളാഹ് വിളിക്കുന്ന ജിബ്രീലിനെയാണ്. മലക്കളുടെ കൂട്ടത്തിൽ നേതാവ് ജിബ്രീലാണ്. ജിബ്രീലാണ് മലക്കളുടെ കൂട്ടത്തിലെ നേതാവ്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ നേതാവ് വെള്ളിയാഴ്ച ആയതുപോലെ മലക്കളുടെ കൂട്ടത്തിൽ നേതാവ് ജിബ്രീൽ, അർ-റൂഹുൽ അമീൻ, മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അള്ളാഹ് വിളിക്കാണ്. വിളിച്ചിട്ട് പറയുന്ന എന്താ നിങ്ങള്? ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, തീർച്ചയായും അല്ലാഹു തആല ഇന്നാലിന്ന അടിമയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫഅഹിബ്ബഹു, അവനെ, ആ അടിമയെ നീയും ഇഷ്ടപ്പെടണം ജിബ്രീൽ. അത് കേൾക്കേണ്ട താമസം. ഫയുഹിബ്ബുഹു ജിബ്രീലു, ആ അടിമയെ ജിബ്രീൽ ഇഷ്ടപ്പെടുകയാണ്. ഇതെന്തൊരു ഭാഗ്യല്ലേ! ഈ ഭാഗ്യം നമുക്ക് കിട്ടണ്ടേ? ഈ ഭാഗ്യത്തിൽ നമ്മുടെ ഈ മാലിന്യത്തിൽ ഈ പള്ളിയിൽ കൂടിയ വിശ്വാസികൾ, നമ്മുടെ യുവാക്കൾ, യുവതികൾ, കുട്ടികൾ ഒക്കെ ഉണ്ടാവണ്ടേ? അള്ളാഹ് ഇഷ്ടപ്പെട്ടു, ജിബ്രീൽ ഇഷ്ടപ്പെടുകയാണ്. നിർത്തിയോ? ഇല്ല. ജിബ്രീൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്താ പറയുക? ഫയുനാദി ജിബ്രീൽ, ജിബ്രീൽ വിളിച്ചു പറയുന്നു, ഫി അഹ്ലി സമാ, ആകാശലോകത്തുള്ള മലക്കുകളോട് പറയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു ഇന്നാലിന്ന അടിമയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫഅഹിബ്ബു, അവരെ, ആ വ്യക്തിയെ, അടിമയെ നിങ്ങളും ഇഷ്ടപ്പെടണം മലക്കുകളെ. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശത്തുള്ള എല്ലാ മലക്കുകളും ആ അടിമയെ ഇഷ്ടപ്പെടുകയാണ്. ആ ഇഷ്ടമാണ് നേടിയെടുക്കേണ്ടത്. ആ ഇഷ്ടത്തിന് വേണ്ടിയാണ് നമ്മൾ ദാഹിക്കേണ്ടത്. ആ ഇഷ്ടത്തിന് വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് ഗമിക്കേണ്ടത്. എന്ത് ചെയ്യണം? അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, അള്ളാഹ് നിനക്ക് നന്മ ചെയ്തു തന്നതുപോലെ നീയും നന്മ ചെയ്യണം. നീയും നന്മ ചെയ്യണം. മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലഹു അസ്റു അംസാലിഹാ, ഫലഹു അസ്റു അംസാലിഹാ, 10 ഇരട്ടി നന്മയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു നന്മക്ക് 10 ഇരട്ടി. ഒരു തിന്മ ചെയ്താലോ, ഒരൊറ്റ തിന്മ, എന്നിട്ട് ആ നന്മയെ മറികടന്ന് തിന്മ വരണമെങ്കിൽ തെറ്റ് എത്ര ചെയ്യേണ്ടി വരും? ഒരു നന്മക്ക് 10 ഇരട്ടി. 10 ഇരട്ടി മുതൽ 10, 70, 700, 70,000. മുഅ്മിനീങ്ങളെ, നന്മക്കാണത്. നിയ്യത്തനുസരിച്ച് കൊടുക്കുന്നതിന്, ആ ഇഖ്ലാസ് അനുസരിച്ച്, ആ തഖ്വ അനുസരിച്ച് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിഹാത്ത്, തീർച്ചയായും നന്മകൾ തിന്മയെ മായ്ച്ചു കളയും. തീർച്ചയായും നന്മകൾ തിന്മയെ മായ്ച്ചു കളയും. ഏതുപോലെ? ഒരു ഉദാഹരണം, ഇരുട്ടുള്ള റൂമിലേക്ക് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ചെന്നാൽ അവിടുത്തെ ഇരുട്ടൊക്കെ പോകും. അതുപോലെയാണ്, ഇരുട്ടാണ് എല്ലാ തിന്മകളും, വെളിച്ചമാണ് നന്മ. അതിൽ വരുമ്പോൾ ആ തിന്മ മാറിക്കും. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അറിയണം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയുടെ വിഷയത്തിൽ നമ്മൾ മുന്നേറണം, ധൃതി കാണിക്കണം. സാബിക്കും ബിൽ ഖൈറാത്ത്, നന്മയുടെ വിഷയത്തിൽ നമ്മൾ മത്സരിക്കണം. അതിൽ ഉപ്പയും ഉമ്മയും മക്കളൊക്കെ മത്സരിക്കണം. ഇതാണ് സൂചിപ്പിക്കുന്നത്. നന്മയുടെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൻ്റെ ഗന്ധമാക്കണം, സുഗന്ധമാക്കണം. അല്ലാഹു തആല ആ പറഞ്ഞ രൂപത്തിൽ ജീവിച്ച് മരിക്കാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും ഈ മാലിന്യത്തിൽ നിവാസികൾക്ക് മുഴുവനും ഈ പള്ളിയിൽ കൂടിയ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു ഭാഗ്യം നൽകി, തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, റബ്ബിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ മാഞ്ഞു പോവാതെ മരണം വരെ കാത്തു സൂക്ഷിക്കണേ എന്ന് രണ്ടാമത് ഉണർത്തുകയാണ്.
അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമ്മൾ അറിയേണ്ടത് ഒരു പ്രാർത്ഥന പഠിപ്പിക്കട്ടെ. ഇന്നത്തെ ഖുത്ബയിൽ ഒരു പ്രാർത്ഥന പഠിച്ചു എന്ന സന്തോഷം എനിക്കും ഉണ്ടാകും. 2026 രണ്ടാമത്തെ വെള്ളിയാഴ്ച ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഈമാനാണ്. എങ്ങനത്തെ ഈമാൻ? യുബാസിറു ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങണം ആ ഈമാൻ. പുറഭാഗത്തല്ല, ഉള്ളിൽ കിടക്കണം. അത് ഞാൻ യുബാസിറെന്ന് ഉപയോഗിച്ചത് ഹൃദയത്തിൻ്റെ അകത്ത്. അതുകൊണ്ട് പല കർമ്മങ്ങൾ ചെയ്യാൻ അത് ആക്റ്റീവായി വരണം. ആ ഈമാൻ നമ്മുടെ കർമ്മത്തിൽ ആക്റ്റീവായി വരണം. അങ്ങനെ വരുന്നുണ്ടോ? നന്മയുടെ ഗ്രാഫ് കുത്തനെ ഉയരും, തിന്മയുടെ ഗ്രാഫ് കുത്തനെ താഴും. ഇതുണ്ടെങ്കിൽ നന്മയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കും. ഇല്ലെങ്കിലോ നന്മയുടെ ഗ്രാഫ് കുത്തനെ താഴും. നന്മയുടെ ഗ്രാഫ് കുത്തനെ താഴ്ന്നു പോകും. പ്രത്യേകം ശ്രദ്ധിക്കും. എന്നിട്ട് റബ്ബിനോട് പറയുന്നത് എന്താ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയതൻ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ ആയത്ത് കേട്ട് മരിക്കാൻ പടച്ചോനെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. സൂറത്തുൽ ഫജ്ർ 89-ാം അധ്യായം അതിലെ 27 മുതൽ 30 വരെയുള്ള ആയത്ത് അർത്ഥം ഒന്ന് ഓടിച്ചു പോവുകയാണ്. സമയമില്ലല്ലോ, വിശദീകരിക്കാൻ ടൈമില്ല. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയതൻ, നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് നീ മടങ്ങിക്കോ. മലക്കൾ പറയുന്നതാ മരണസമയത്ത് മുഅ്മിനീങ്ങളടുത്ത്, നിന്റെ അടുത്ത് നിങ്ങൾക്കൊക്കെ ആ ആയത്തുകൾ പഠിക്കും വിട്ടിരുന്നു. 89-ാം അധ്യായം സൂറത്ത് ഫജ്റിലെ 27 മുതൽ 30 വരെയുള്ള ആയത്തുകൾ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാക്കണം, പരിവർത്തനം ഉണ്ടാക്കണം. അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് സൂചിപ്പിക്കാനുള്ളത്, ഒന്ന്, നമ്മുടെ പള്ളി ഫണ്ടാണ്. എല്ലാ മാസവും നടക്കുന്ന രണ്ടാമത്തെ വെള്ളിയാഴ്ച നടക്കുന്ന, അഥവാ മൊത്തത്തിൽ KNM-ന്റെ സംസ്ഥാന തലങ്ങളിലൊക്കെ എല്ലാ പള്ളിയിലും ഈ പിരിവ് ഇറക്കേണ്ടങ്ങൾ കൊടുക്കുന്നുമുണ്ട്. നല്ല മനസ്സോടെ ബിസ്മിൻ ചൊല്ലി 2026 ആദ്യത്തെ പള്ളി ഫണ്ടാണ് ബിസ്മിൻ ചൊല്ലി ആ വക്കറ്റ് നിക്ഷേപിക്കുക. എത്രയാണെന്നുള്ളത് കണക്ക് അവനെ അനുസരിച്ചറിയും. അവനാൻ്റെ സാമ്പത്തിക നില അനുസരിച്ച് നൽകണം. മുഅ്മിനീങ്ങൾ അത് ഉണ്ടാകുള്ളൂ. വലത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ നിമിത്തമായി എൻ്റെ ധർമ്മം, എൻ്റെ സ്വതക്ക ആവണമെന്ന നിയ്യത്തോടെ ബിസ്മിൻ ചൊല്ലിട്ടോക്കൂ, അള്ളാഹു സ്വീകരിക്കും. കാരണം പള്ളി ഉണ്ടാക്കിയല്ല പുണ്യം വിശദീകരിക്കാൻ ടൈമില്ല കേട്ടോ. എത്ര പുണ്യം കാര്യങ്ങൾ നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് വേണ്ടി അതേ പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമാണ് കൂടി ഓർമ്മപ്പെടുത്തിയാണ്. ശരി, മറ്റൊന്ന്, നമ്മുടെ അബൂദാബിയിൽ ഒരു കുടുംബത്തിലെ 3-4 കുട്ടികൾ ആക്സിഡൻറ്റിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ആ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമിക്കാൻ, നമുക്കും ഒക്കെ അങ്ങനത്തെ അവസ്ഥ വരാതിരിക്കാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിന് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ ഫിലസ്തീനിൽ മറ്റ് വേണ്ടപ്പെട്ട നമ്മുടെ രാജ്യങ്ങളിൽ നമുക്ക് തന്നെയും അല്ലാഹു തആല എല്ലാ വിധത്തിലും അനുഗ്രഹങ്ങൾ നൽകി നമ്മെയും എല്ലാ വിശ്വാസികളെയും നല്ല മനസ്സിൻ്റെ ഉടമകളെയും അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ, രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ മക്കൾ, ഈ പറഞ്ഞ കുടുംബം, ഈ കുടുംബത്തിലെ ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوة يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.